അഖിലിൻ്റെ ഈ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടായിരിക്കും പലർക്കും ഇതിലെ ജോക്ക് കണക്റ്റ് ആവാതെ പോയിട്ടുണ്ടാവുക? അവനിതിൽ ശരിക്കും അവനെ തന്നെയാണ് കളിയാക്കുന്നത്. ഒരു 2 മണിക്കൂർ ടൈം പോലും ഷുഗർ കട്ട് ചെയ്ത് ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പോലും അവന് സാധിക്കില്ല. അവന് അതിനുള്ള വിൽ പവർ ഇല്ല എന്ന രീതിയിലാണ് അവൻ തന്നെ അവനെ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അവിടെ കൃത്യമായിട്ട് ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട് മീ ആസ് എ ബോഡി ബിൽഡർ എന്നുള്ളത്. പക്ഷെ പലർക്കും ആ ക്യാപ്ഷൻ മിസ്സായി. പലരും നോട്ട് ചെയ്തിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഡയറ്റ് എന്ന് പറയുന്നതും അതേപോലെ ചോക്ലേറ്റ് എന്ന് പറയുന്നതും ഒക്കെ ആയിരിക്കും. ഒരു സെലക്റ്റീവ് പെർസെപ്ഷൻ, നമുക്ക് വേണ്ടത് എന്താണോ അത് മാത്രം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന പോലെ ഒരു പെർസെപ്ഷൻ ബയാസ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട സമയത്ത് പലർക്കും ഇതിൻ്റെ തമാശ കണക്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ബയാസ് ആയിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോലും അറിയാതെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവും. ഇപ്പം ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഡെയിലി ജിമ്മിന് പോകുന്ന ആൾക്കാരൊക്കെ ഓൾറെഡി അവർ എല്ലാം അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അവർ ആ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ തമാശകളൊക്കെ അവരെ തന്നെ അത് ബാധിക്കുന്നുണ്ടാവും. ഇപ്പം നമ്മളൊരു പാർട്ടിയോട് നമുക്ക് പ്രത്യേകമായിട്ടുള്ള താല്പര്യമുണ്ടെങ്കിൽ അവർക്കെതിരെ ഉണ്ടാകുന്ന കാര്യമൊക്കെ നമ്മളൊന്ന് ബാധിക്കാറില്ലേ ഇടയ്ക്കെങ്കിലും. അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ത്രെറ്റനിങ്ങോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അഖിലിനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അഖിൽ പറയാണ് ഞാനൊരു ബോഡി ബിൽഡർ ആയാൽ ഇതായിരിക്കും എൻ്റെ അവസ്ഥ. ഒരു 2 മണിക്കൂർ പോലും ഒരു ഷുഗർ കട്ട് ഫോളോ ചെയ്യാൻ തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് അഖിലിന് തന്നെ ഒരു വിൽ പവർ ഇല്ല എന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നെഗറ്റീവായിട്ട് കാണേണ്ട ഒരു സാഹചര്യമല്ല. പക്ഷേ ഈ ജിമ്മിനൊക്കെ പോകുന്ന ആൾക്കാർ ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഇത് കാണുന്ന സമയത്ത് പെട്ടെന്ന് അവർക്കൊരു ഇമോഷണലി അവരൊന്ന് ട്രിഗർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബോഡി ബിൽഡേഴ്സിനൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണിത്. കാരണം ഒരു കണ്ടന്റ് ക്രിയേറ്റർ, അത്യാവശ്യം ഫേമസ് ആയിട്ടൊരു കണ്ടന്റ് ക്രിയേറ്റർ, പുള്ളിക്കാരനെ എന്നെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പറയാണ് ഞാനൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് എൻ്റെ ഷുഗർ കട്ടൊക്കെ കട്ട് ചെയ്ത് ഞാൻ ചോക്ലേറ്റ് തിന്നാൻ പോകും, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എത്രമാത്രം വിൽ പവർ വേണ്ടി വരുമെന്ന് പറയുന്ന പോലുള്ളൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് ശരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊരു ആഡ്സ് ഓഫ് പോലെയുള്ളൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് മറിച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.